ഞാൻ ചോദിച്ചത് ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ്. അതാ വീണ്ടും ഞാൻ ചോദിച്ചത് ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയെ കുറിച്ച്, അല്ലാണ്ട് 4.5 ലക്ഷം പട്ടയവും 5 ലക്ഷം ഏറ്റവും മികച്ച പാർപ്പിടവും പെൻഷൻ കൊടുക്കുന്നതും സ്കൂൾ പണിയുന്നതും ഒക്കെ ഉദ്യോഗസ്ഥന്മാരാ. കണ്ടില്ലേ, ഉദ്യോഗസ്ഥ ഭരണത്തിന് കഴിയും. ചോദിച്ചത് ശരി, ഫ്ലാഗ്ഷിപ്പാണ് പ്രശ്നം. ശരി ശരി, ഞാൻ പറയാം. അങ്ങോട്ട് പറയുമ്പോൾ ആദരവോടെ ഒരു കാര്യം യോജിക്കട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തതെന്നൊന്നും പറയരുത്. അത് ഒരു ചർച്ചയിൽ അങ്ങേക്ക് യോജിച്ചതല്ല. ഇനി ഫ്ലാഗ്ഷിപ്പിലേക്ക് വരാം. ഈ നമ്മുടെ ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാണ് ഗാർഡിയൻ ദിനപത്രം കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനത്തിൻ്റെ ഒടുവിൽ എഴുതിയ ഒരു വാചകം, ബ്രിട്ടനിലെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ കേരളത്തെ മാതൃകയാക്കണമെന്നാണ്. ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ഇൻ്റർനെറ്റ് ഡിവൈഡ് ഇല്ലാതാക്കാൻ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെൻറ് ജനങ്ങൾക്ക് സൗജന്യമായും സൗജന്യ നിരക്കിലും ഇൻ്റർനെറ്റ് സേവനങ്ങൾ കൊടുക്കുന്ന കെ ഫോൺ ഇപ്പോൾ നിങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ വ്യാപകമായി കണക്ഷൻ കൊടുത്തു വരുന്നു, ലക്ഷക്കണക്കിന് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണ് 190 കൊല്ലം ഇന്ത്യ ഭരിച്ച ബ്രിട്ടനിലെ ഒരു ആധികാരികതയുള്ള പത്രം പ്രശംസിച്ചുകൊണ്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഇത് മാതൃകയാക്കി ബ്രിട്ടനിലും ഇൻ്റർനെറ്റ് സേവനം പൗരന്മാർക്ക് സൗജന്യ നിരക്കിൽ കൊടുക്കുന്ന പദ്ധതി വേണം എന്നും എഴുതിയത്. ഇനി ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം വേറെ വേണോ നിങ്ങൾക്ക്? അങ്ങ് ഇത് അംഗീകരിക്കേണ്ട, രാഷ്ട്രീയം കൊണ്ട് മാറ്റം കാണണം. ഒരു സാമ്പിൾ കൂടി, അത് ഞങ്ങൾക്ക് വേണ്ടി, ഇത് സജീവന് വേണ്ടിയിട്ട്, ശ്രീ സജീവന് വേണ്ടിയിട്ട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ, ഞാനിപ്പോൾ എറണാകുളത്തു നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, എറണാകുളം ജില്ലാ ആശുപത്രിയിൽ മനുഷ്യ ഹൃദയം മാറ്റിവെച്ചു. മാറ്റമല്ലേ? വാട്ടർ മെട്രോയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ. കഴിഞ്ഞ മാസം ഞാൻ വായിച്ചൊരു വാർത്ത, ഈ വാട്ടർ മെട്രോയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ത്യയിലെ 20 വൻനഗരങ്ങളിൽ കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ജല മെട്രോ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നാണ്. കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ്, നമ്മുടെ മഹത്തായ ഒരു നേട്ടം കണ്ടിട്ട്. ജല മെട്രോ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലേ? കെ ഫോൺ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം അല്ലേ? ലൈഫ് പദ്ധതി ഒരു ഫ്ലാഗ്ഷിപ്പ് അല്ലേ? രേഖകളും കണക്കുകളും വെച്ച് നമ്മൾ സംസാരിക്കാം. 4 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തത് ഒരു ചെറിയ കാര്യമാണോ? അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും അങ്ങ് ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്തല്ലേ നായനാർ ഗവൺമെൻറ് തുടങ്ങിയത്? സിലിക്കൺ വാലി സന്ദർശിച്ചതിൻ്റെ ഗുണഫലമാണത്. ആ തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അത് കൊൽക്കത്തയിലല്ല, മുംബൈയിലല്ല, ഡൽഹിയിലല്ല, നമ്മുടെ തിരുവനന്തപുരത്താണ് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടായത്. അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയൊരു നേട്ടമല്ലേ? മഹാവ്യാധിയിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടതാണ് ഒരു പാഠം. ഇനി ഭാവിയിലൊരു മാറാവ്യാധി പൊട്ടിപ്പുറപ്പെട്ടാൽ ആ വൈറസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും അതിൻ്റെ വാക്സിൻ വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാനും ഒക്കെ നമുക്ക് സ്വന്തമായി ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്ന ആവശ്യം സാക്ഷാത്കരിക്കപ്പെട്ടതാണ്. ഓക്കെ, റൈറ്റ്. അതായത് ശ്രീ സജീവൻ ഇപ്പോൾ ഇതൊന്ന് ആലോചിച്ച മുഴുവൻ ഇതല്ലേ? ശ്രീകുമാർ സാറ് മനസ്സിൽ കാണുന്നുണ്ടാവും, ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി എന്ന് പറഞ്ഞു. വികസനമൊക്കെ ഈ ചർച്ചയിലേക്ക് എടുത്തിട്ട് സ്വരാജ് ഒരു 100,000 ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം പറയാത്തത് ചിലതും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പദ്ധതിയൊന്നും അല്ലത്. ഇല്ല, ശ്രീകുമാർ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന് പറയുന്നത് വിമാനത്താവളം മാത്രമാണെന്ന് പറയുന്നത്. അതിനേക്കാൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു കിടപ്പാടം കിട്ടുക എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ട ഫ്ലാഗ്ഷിപ്പ് പദ്ധതി. തീർച്ചയായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വരാജ് ഈ ഫ്ലാഗ്ഷിപ്പിൽ പെടുത്തുന്നതാണോ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെയോ അതോ അതിന് മുകളിലാണോ? ഒറ്റ സെക്കൻഡ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാ? 102 അല്ലേ? 123 രാജ്യങ്ങളുള്ള ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ പൊസിഷൻ 102 അല്ലേ? പട്ടിണി മരണങ്ങളുടെ കാര്യത്തിലല്ലേ ഇപ്പം നമ്മുടെ രാജ്യം തലകുനിച്ച് നിൽക്കുന്നത്? അവിടെ അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയൊരു കാര്യമാണോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങോ ഞാനോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ നമ്മുടെ അറിവിൽപ്പെട്ടവരോ അയൽപക്കക്കാരോ നാട്ടിലുള്ളവരോ വാർഡിലുള്ളവരോ പട്ടിണി കിടക്കുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടോ? ഉണ്ടായിരുന്നല്ലോ. അത് 4.5 കൊല്ലം നീണ്ടു നിന്ന പ്രക്രിയയിലൂടെയല്ലേ ഓരോന്നായി അരിച്ചെടുത്ത് അവരുടെ അവശതയുടെ കാരണം കണ്ടെത്തി അവരെ അത്യാവശ്യ ജീവിത കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ഏർപ്പെടുത്തിയത്. അതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണോ? ഈ കഴിഞ്ഞ 2025 കേരളം കാണാൻ വേണ്ടി കേരളത്തിന് പുറത്തുനിന്ന് കേരളത്തിലേക്ക് വന്ന സഞ്ചാരികളുടെ എണ്ണം 1,30,00,000ആണ്. 1,30,00,000. എല്ലാവരും മൂന്നാറും കുമളിയും തേക്കടിയും കുമരകവും കോവളവും കാണാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ളവരുണ്ട് നല്ലൊരു പങ്ക്. കേരളത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും പകർത്താനും ലോകം മുഴുവൻ കാതോർത്ത് നിൽക്കുന്നൊരു സന്ദർഭമാണിത്. അത് അങ്ങേക്ക് ഞാൻ ചോദിക്കട്ടെ, ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്നിലാക്കാൻ കേരളത്തിന് കഴിഞ്ഞാൽ അതൊരു നേട്ടമല്ലേ?
ഇന്ത്യയുടെ ശിശുഭരണ നിരക്ക് 25ആണ്, അമേരിക്കയുടെ 5.6ആണ്, കേരളത്തിൻ്റെത് 5ആണ്. ആ നേട്ടം രാഷ്ട്രീയ വിരോധം കൊണ്ട് കാണാതിരിക്കരുത്, അത്രേ എനിക്കുള്ളൂ. നമ്മുടെ നാടിനൊരു വിജയം ഉണ്ടാകുമ്പോൾ അത് LDF ഗവൺമെൻറ് ഭരിക്കുകയാണല്ലോ എന്നോർത്തത് കാണാതിരിക്കരുത്. LDF ഭരണത്തിലുണ്ടെന്നുള്ളതുകൊണ്ട് കേരളം തൊലഞ്ഞു പോകണം എന്നാഗ്രഹിക്കരുത്. നമ്മുടെ നാടല്ലേ ഒന്നുമല്ലെങ്കിൽ രക്ഷപ്പെടട്ടെ. അല്ല, ഞാനും ആലോചിച്ചതാണ്, ഈ കാലയളവിൽ കേരളത്തിൻ്റെ ഒരു നേട്ടത്തെയും കേരളത്തിൻ്റെ പ്രതിപക്ഷം അക്നോളജ് ചെയ്തിട്ടില്ല. ഞാനീ പറയുന്ന ഒരു ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സ്വരാജ് പറഞ്ഞു. അതിൽ അദ്ദേഹം ദൈനംദിന പ്രവർത്തനങ്ങളല്ല ഇതൊന്നും പറഞ്ഞു. പക്ഷേ വലുതേ ഇതൊക്കെ ഒരു ദീർഘവീക്ഷണത്തോടെ വലിയ പരിപാടികളോടെ മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തീകരിച്ചതല്ലേ എൻ ശ്രീകുമാർ? അല്ലാതെ സർ ഉദ്യോഗസ്ഥര് ഫയലിൽ ഒപ്പിട്ടുണ്ടാവുന്നതല്ല. പട്ടിണിയൊക്കെ ഉണ്ട് ഈ നാട്ടിലെ, അതൊന്നും പോയിട്ടില്ല. അതുകൊണ്ടാണ് പട്ടിണി പോയെന്ന് ആര് പറഞ്ഞു സാർ? അതിദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ല, നമുക്ക് ചിലരെ പറഞ്ഞ് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും, അത് നമ്മുടെ പണിയുമല്ല. പക്ഷേ സാറിനെ അത് കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ പണിക്കില്ല, നിർത്തി. പക്ഷേ ദാരിദ്ര്യം എന്ന് പറയുന്നു, അതിദാരിദ്ര്യം എന്ന് പറയുന്നത് രണ്ടവസ്ഥകളാണ്. പ്രതിപക്ഷം, കേരളത്തിൻ്റെ പ്രതിപക്ഷം ഒരു സിംഗിൾ പോയിന്റിൽ പോലും കേരളത്തിന്, ഞാൻ പിണറായി സർക്കാർ എന്നൊക്കെ, കേരളത്തിനുണ്ടായിട്ടുള്ളൊരു മാറ്റമുണ്ടല്ലോ, മികവുണ്ടല്ലോ, അത് ഈ കാലത്ത് ഒരു റിയാലിറ്റിയാണ്. ഒന്നിനെ പോലും അംഗീകരിക്കാൻ മനസ്സ് കാട്ടാത്തവരാണോ? തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്ദർഭമാകുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. പക്ഷേ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ തുടക്കം ഇവിടുന്നാണ്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തുടക്കം ഇവിടുന്നാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദാനിക്ക് അടിയറ വെച്ചപ്പോഴല്ലേ ഞങ്ങൾ എതിർത്തിട്ടുള്ളൂ. ആ കരാറിൻ്റെ വ്യവസ്ഥകൾ അങ്ങ് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷേ ഊരാത്ത ഒരു കുടുക്കിൽ തല കൊണ്ടുവച്ചതുകൊണ്ട് പിന്നെ മുന്നോട്ട് പോയേ മാർഗമുള്ളൂ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെയും കണ്ണൂർ വിമാനത്താവളത്തിൻ്റെയും തുടക്കം, അതിൻ്റെ മുൻപോട്ടുള്ള പോക്ക്, ഒടുവിലെത്തി നിൽക്കുന്നത്, ഇത് പല സർക്കാരുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ UDF സർക്കാരാണോ ഈ ആശയം കൊണ്ടുവന്നതും അതിൻ്റെ ആദ്യ നടപടികൾ സ്വീകരിച്ചതും തുടക്കം കുറിച്ചതും? ഇനിയിപ്പോൾ അവസാനിപ്പിച്ചത് നിങ്ങളാണോ? എന്തായിരുന്നു കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്? ഓർമ്മയുണ്ടോ ഉദ്ഘാടനം ചെയ്തത്? റൺവേയുടെ പണി പൂർത്തിയാകാതെ ഒരു വാടകയ്ക്കെടുത്ത മറ്റേ ആർമിയുടെ ഒരു ചെറു വിമാനം കൊണ്ടുവന്ന് ഒരു ഷോ കാണിച്ചതെല്ലാം നമ്മുടെ മുൻപിലുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന അങ്ങ് പറഞ്ഞ പദ്ധതികളെല്ലാം പല ഗവൺമെൻറ്റുകളുടെ കാലത്തൂടെ കടന്നു വന്നതാണ്. തുടർച്ചയായി 2 ടൈം ഭരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാവാം ഒട്ടേറെ കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിന് തന്നെ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും സാധിച്ചു. പിന്നെ അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് പറഞ്ഞാൽ അങ്ങ് ദയവായി ചർച്ച കാണുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന് ധരിക്കരുത്, ഞാൻ വിനയത്തോടെ പറയുന്നു. കാരണം 60,000-ൽ പരം കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി സൂക്ഷ്മ സർവേ നടത്തി കണ്ടെത്തിയത്. ആ ആളുകളെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിച്ചാൽ എന്തുകൊണ്ട് വീണ്ടും ആളുകൾ ഉണ്ടായിക്കൂടാ? സ്വാഭാവികമല്ലേ? അതിനുശേഷം വേറെ ഏതെങ്കിലും വീടുകൾ ആലംബമില്ലാത്തവരായി കുടുംബങ്ങൾ മാറില്ലേ? അപ്പോൾ അവരെയും സംരക്ഷിക്കേണ്ടി വരും. ഇത് കുറേ കാലം തുടരേണ്ടി വരും. പക്ഷേ ആ സ്റ്റെപ്പ് നമ്മൾ സ്വീകരിച്ചു, ആ മഹത്തായ ചുവടുവയ്പ് നടത്തി, അതിദാരിദ്ര്യം ഇല്ലാതാക്കി. ഇനി ആരെങ്കിലും അതിദരിദ്രരായി ജീവിത സാഹചര്യങ്ങളാൽ വരുന്നുവെങ്കിൽ അവരെയും നമ്മൾ സംരക്ഷിക്കും. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? എന്തിനാണ് വലിയ നേട്ടങ്ങളെ നമ്മൾ വില കുറയ്ക്കാനും വീഴ്ത്താനും പോകുന്നത്?